Hello everyone, welcome to Legal Lore by Anusha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക്സ് പ്രൊട്ടക്റ്റഡ് ആൻഡ് നോട്ട് പ്രൊട്ടക്റ്റഡ് അണ്ടർ കോപ്പിറൈറ്റ് ലോ. സോ ആദ്യം തന്നെ ഏതൊക്കെ വർക്കാണ് കോപ്പിറൈറ്റ് ലോൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ നേടിയിട്ടുള്ളത് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ലിറ്റററി വർക്ക്സ്, അതായത് ബുക്സ്, ആർട്ടിക്കിൾസ്, ജേർണൽസ്, അങ്ങനെയുള്ള റിട്ടൺ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സെക്കൻഡ് പറയുന്നത് ഡ്രാമാറ്റിക് വർക്ക്സ്, സ്ക്രിപ്റ്റ്, പ്ലേസ്, സ്ക്രീൻ പ്ലേസ്, ഇത്രയും കാര്യങ്ങൾ. തേർഡ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ വർക്ക്. മ്യൂസിക്കൽ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ നൊട്ടേഷൻസ്, ലിറിക്സും സൗണ്ട് റെക്കോർഡിങ്സും ഇതിൻ്റെ അകത്ത് വരുന്നതല്ല. ഫോർത്ത് പറയുന്നത് ആർട്ടിസ്റ്റിക് വർക്ക്സ്, അതായത് ഏതെങ്കിലും പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫിഫ്ത്ത് എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫിക് ഫിലിംസ്, അതായത് എന്തെങ്കിലും ഒരു വിഷ്വൽ റെക്കോർഡിംഗ്, ഫിലിം ആവാം, വീഡിയോ ആവാം, ഡിജിറ്റൽ റെക്കോർഡിങ്സ് ആവാം, അതിൻ്റെ സൗണ്ട് ട്രാക്സ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സിക്സ്ത് എന്ന് പറയുന്നത് സൗണ്ട് റെക്കോർഡിങ്സ്, എന്തെങ്കിലും ഒരു സൗണ്ട് റെക്കോർഡ്. സെവൻത്ത് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ്, സോഫ്റ്റ്വെയർസ് ആവാം, അതിൻ്റെ അകത്ത് സോഴ്സ് കോഡും ഒബ്ജക്റ്റ് കോഡും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. എയ്ത്ത് വൺ എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. പെർഫോമേഴ്സ് റൈറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ആക്ടേഴ്സ്, മ്യൂസീഷ്യൻസ്, ഡാൻസേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫോമേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത്. ഇനി കോപ്പിറൈറ്റിൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ നേടിയിട്ടില്ലാത്തത് എന്ന് പറയുന്നത് ഐഡിയാസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, സിസ്റ്റംസ്, അതിനൊന്നും പ്രൊട്ടക്ഷൻ ഇല്ല. അതായത് കോപ്പിറൈറ്റിൻ്റെ അകത്ത് ഐഡിയ, കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ്, പ്രൊസീജിയേഴ്സ്, ഇതിനൊന്നും തന്നെ പ്രൊട്ടക്ഷൻ ഇല്ല. കോപ്പിറൈറ്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എക്സ്പ്രഷനെയാണ്. ദ വേ ദ തിങ്സ് ആർ എക്സ്പ്രസ്ഡ്, അതിനാണ് പ്രൊട്ടക്ഷൻ ഉള്ളത്. ഐഡിയ ഇറ്റ്സെൽഫ് അതിന് പ്രൊട്ടക്ഷൻ ഇല്ല. സെക്കൻഡ് എന്ന് പറയുന്നത് ഫാക്ട്സ് ആൻഡ് ഡാറ്റ, അതായത് ഇപ്പോൾ റോ ആയിട്ടുള്ള ഫാക്ട്സ്, ഡാറ്റ, ഇൻഫോർമേഷൻ, അതിനൊന്നും തന്നെ പ്രൊട്ടക്ഷൻ ഇല്ല. അൺലെസ് അത് ഏതെങ്കിലും ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടോ ഉണ്ടാവണം. അതൊരു ഒറിജിനൽ മാനറിലാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് വർക്ക്സ് നോട്ട് ഫിക്സ്ഡ് ഇൻ എ ടാഞ്ചിബിൾ മീഡിയം. ടാഞ്ചിബിൾ മീഡിയമിലല്ലാത്തതിന് പ്രൊട്ടക്ഷൻ ഇല്ല. നെക്സ്റ്റ് പറയുന്നത് ടൈറ്റിൽസ്, നെയിംസ്, ഷോർട്ട് ഫ്രേസസ്, സ്ലോഗൻസ്, അതിനൊന്നും തന്നെ പ്രൊട്ടക്ഷൻ ഇല്ല. ഇതിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സബ്സ്റ്റാൻഷ്യൽ ഫോമിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു ഒറിജിനൽ വർക്കായിട്ട് മാറുകയാണെങ്കിൽ ഇതിന് പ്രൊട്ടക്ഷൻ ലഭിക്കും. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് വർക്ക്സ്. ഗവൺമെൻറ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡയറക്ഷൻ്റെ അകത്ത് നമ്മളൊരു വർക്ക് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. സിക്സ് വൺ എന്ന് പറയുന്നത് വർക്ക്സ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. ഒരു വർക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ വർക്കിൻ്റെ കോപ്പിറൈറ്റ് പീരീഡ് എക്സ്പയർ ചെയ്തതിന് ശേഷം അത് ഡൊമൈനിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നീട് അതിന് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഇല്ല. ഇനി നമ്മൾ സെവൻത്ത് വൺ പറയുന്നത് ഫങ്ഷണൽ എലമെൻറ്റ്സ്, അതായത് ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനുള്ള എലമെൻറ്റ്സ്, അതിനൊന്നും തന്നെ കോപ്പിറൈറ്റിൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ ഇല്ല. ഇൻഡസ്ട്രിയൽ ഡിസൈൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ലോസ് ഉണ്ട്, അതിൻ്റെ അകത്താണ് പ്രൊട്ടക്ഷൻ ഉള്ളത്. ഇപ്പം എന്തെങ്കിലും ഫങ്ഷണൽ എലമെൻറ്റ്സ് ആണെങ്കിൽ അത് പേറ്റന്റ് ലോൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിനൊന്നും തന്നെ കോപ്പിറൈറ്റിൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ ഇല്ല. എയ്ത്ത് വൺ എന്ന് പറയുന്നത് ട്രിവിയൽ വർക്ക്സ്, അതായത് ഒറിജിനാലിറ്റി ഇല്ലാത്ത ഏതെങ്കിലും വർക്ക്, കലണ്ടേഴ്സ്, റൂളേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് മെഷേഴ്സ്, അതിനൊന്നും തന്നെ കോപ്പിറൈറ്റിൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ താങ്ക് യു everyone for watching the video. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.